പാകിസ്ഥാന്റെയും ശത്രുരാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നൊക്കെ ഇന്ത്യക്ക് മറ്റെങ്ങും കാണാത്ത വിധത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസവും സുരക്ഷാസേന കാശ്മീരിൽ നിന്ന് 3 ഭീകരരെ മാരകായുധങ്ങളുമായി പിടികൂടുകയുണ്ടായി. ഭീകരരെ തടയുന്നതിനു വേണ്ടി ശക്തിയുക്തം പ്രവർത്തിക്കുകയാണ് സേന. അതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു പുതിയ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. 1965 ശീതയുദ്ധകാലം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് ചൈന ഒരു അണുബോംബ് പരീക്ഷിക്കുകയുണ്ടായി. അമേരിക്കൻ ചാര ഏജൻസിയായ CIA ഇന്ത്യയിൽ നിന്ന് ചൈനയുടെ ആണവ മിസൈൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു രഹസ്യ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ഇന്ത്യയുടെ അതിർത്തിക്ക് അഭിമുഖമായുള്ള നന്ദാവേദി പർവ്വതത്തിൻ്റെ മുകളിൽ ആണവശേഷിയുള്ള ആന്റിന സ്ഥാപിച്ച് ചൈനയുടെ മിസൈൽ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന നന്ദാവേദി പർവ്വതം കേന്ദ്രീകരിച്ച് ചൈനയ്ക്കുള്ളിലെ സിഗ്നലുകൾ പിടിച്ചെടുക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. അതിനായി ഒരു ആന്റിന കേബിളുകൾ, 13 കിലോഗ്രാം ജനറേറ്റർ എന്നിവ ഉൾപ്പെടുന്ന SNAP-19C എന്ന പ്ലൂട്ടോണിയം ഉപയോഗിച്ചുള്ള ആണവ വൈദ്യുത ജനറേറ്ററായിരുന്നു ഉപകരണം. അതീവ തണുപ്പുള്ള പ്രദേശങ്ങളിൽ വർഷങ്ങളോളം പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വൈദ്യുതി നൽകുക എന്നതായിരുന്നു ഉപകരണത്തിൻ്റെ ലക്ഷ്യം. ശാസ്ത്രീയ ഗവേഷണം എന്ന പേരിൽ അമേരിക്കൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരും പർവ്വതാരോഹകരും ഈ ദൗത്യത്തിൽ പങ്കാളികളായിരുന്നു. ഇന്ത്യൻ ഭാഗത്തുനിന്ന് ക്യാപ്റ്റൻ MS കോഹ്ലി അടക്കമുള്ളവർ ഉൾപ്പെട്ടിരുന്നതായി പറയുന്നുണ്ട്. 1965 ഒക്ടോബറിൽ സംഘം നന്ദാദേവിയുടെ മുകളിൽ ഉപകരണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായ ഹിമതാപവും കൊടുങ്കാറ്റും ഉണ്ടാവാൻ ഇടയായി. ജീവൻ രക്ഷിക്കാനായി അവർ ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. നന്ദാസാക്കിയിൽ ഉപേക്ഷിച്ച അണുബോംബിൻ്റെ 1/3 തീവ്രതയുള്ള ആ ഉപകരണം അവരവിടെ ഉപേക്ഷിച്ച് പോയതായി ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് പിന്നീട് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അമേരിക്ക ഒരിക്കലും ഈ ദൗത്യം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഒരു കോക്ടെയിൽ പാർട്ടിയിൽ വച്ചാണ് ദൗത്യത്തെക്കുറിച്ചുള്ള ആശയം രൂപപ്പെടുന്നതത്രേ. US വ്യോമസേന മേധാവി ജനറൽ കർട്ടിസിസ് ലെമെ, നാഷണൽ ജിയോഗ്രാഫിക് ഫോട്ടോഗ്രാഫറും എവറസ്റ്റ് പർവ്വതാരോഹകനുമായ ബാരി ബിഷപ്പുമായി സംസാരിക്കുന്നതിനിടയിൽ ഹിമാലയൻ കൊടുമുടികളിൽ നിന്നും ടിബറ്റിലേക്കും ചൈനയിലേക്കുമുള്ള കാഴ്ചകൾ എപ്രകാരമാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനിടയായി. CIA ബിഷപ്പിനോട് ശാസ്ത്രീയ ഗവേഷണം എന്ന വ്യാജേന ഒരു രഹസ്യ പര്യവേഷണം സംഘടിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അതിനായി അദ്ദേഹം പർവ്വതാരോഹകരെ നിയമിക്കുകയും ദൗത്യം രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. സിക്കിം സയൻറ്റിഫിക് എക്സ്പെഡിഷൻ എന്ന വ്യാജേന സ്ഥാപിച്ച അദ്ദേഹം ഒരു യുവ അമേരിക്കൻ പർവ്വത ആരോഹകനും അഭിഭാഷകനുമായ ജിം മക്കാർത്തിയെ കൊണ്ടുവന്നാണ് ഇത് നടപ്പാക്കിയത്. ഏജൻസി ഒരു സുപ്രധാനമായ ദേശീയ സുരക്ഷാ ചുമതല നൽകി എന്നറിയിച്ച് പ്രതിമാസം $1000 നൽകുകയുണ്ടായി. 1962 യുദ്ധത്തിന് ശേഷം ചൈനയെക്കുറിച്ചുള്ള ഭയത്താൽ ഇന്ത്യയും ദൗത്യത്തിൽ പങ്കാളികളായി എന്ന് പറയപ്പെടുന്നുണ്ട്. 1965 സെപ്റ്റംബറിൽ പർവ്വതാരോഹണം ആരംഭിക്കുകയും ചെയ്തു. സംഘം തിരികെ എത്തിയപ്പോൾ ആ ഉപകരണം അവിടെ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയായിരുന്നു. ഹിമപാതത്താൽ ഒലിച്ചു പോയതോ ആഴത്തിലുള്ള മഞ്ഞിനടിയിൽ മറഞ്ഞതോ ആയിരിക്കാമെന്ന് കരുതുന്നവരുമുണ്ട്. റേഡിയേഷൻ ഡിറ്റക്ടറുകളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലുകളും പരാജയപ്പെടുകയായിരുന്നു. 1976 വരെ ഈ രഹസ്യം മറച്ചുവെക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലെങ്കിലും പ്ലൂട്ടോണിയം അത്യന്തം വിഷാംശമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ആണവ ഉപകരണം ഹിമാലയത്തിലെ മഞ്ഞിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടാകാമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഹിമാനികൾ ഉരുകുമ്പോൾ പ്ലൂട്ടോണിയം ഗംഗയുടെ ഉപനദികളിലേക്ക് ഒലിച്ചേരുമെന്ന ഭയം ചില വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ വ്യക്തമായ മലിനീകരണ തെളിവുകൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.